കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് തുടക്കമാകുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ഓളം പേർ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിലൂടെ ലോകം കേരളത്തെ നോക്കുകയാണെന്ന് മന്ത്രി പി രാജീവ്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയും ജോയ് മോൻ ജോസും ചേരുകയാണ്. ആദ്യം സഹിനിലേക്ക്. സഹിൻ, കേരളമാകെ ഉറ്റുനോക്കുന്നതാണ് ഈ ഉച്ചകോടി. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്? ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഈ ഉദ്ഘാടനത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ആകെ ഉറ്റുനോക്കുന്ന ഒരു ഉച്ചകോടി ലോകം മുഴുവൻ ഈ ഉച്ചകോടിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, 3000-ഓളം പ്രതിനിധികൾ ഉച്ചകോടി ഉണ്ട്. മാത്രമല്ല മുൻപാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഇന്നും നാളെയുമായി കൊച്ചിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നും 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ അത് കേരളത്തിലേക്ക് വലിയ നിക്ഷേപം കൊണ്ടുവരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ വെച്ചു പുലർത്തുന്നതും. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 26 മേഖലകളിൽ നിന്നായി, അത് പ്രധാനപ്പെട്ട 5 മേഖലകളായി തിരിക്കുന്നുണ്ട്. അങ്ങനെ ആ മേഖലകളിൽ നിന്നായി കൂടുതൽ നിക്ഷേപം എത്തിക്കാൻ കഴിയും. പ്രത്യേകിച്ചും വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള ലോജിസ്റ്റിക്സ് അടക്കമുള്ളവയ്ക്ക് വലിയ നിക്ഷേപം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സംസ്ഥാനത്തിന് ആകമാനമുള്ളത്. എന്തായാലും ഉച്ചകോടിയുടെ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പനേരത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം പല സെഗ്മെൻറ്റുകളിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ളതാണ്. മന്ത്രി പി രാജീവാണ് ഇവിടെ എത്തുന്ന ഓരോ പ്രതിനിധികളെയും ഒപ്പം തന്നെ മന്ത്രിമാരടക്കമുള്ളവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. മാത്രമല്ല ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുണ്ട്. അല്പനേരം മുൻപാണ് മുഖ്യമന്ത്രിയും ഈ പരിപാടിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതാവും എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ള ആളുകൾ എത്തിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തവണ മന്ത്രി പറയുന്ന, അതായത് പി രാജീവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്തവണ ഉണ്ടാകുന്ന കരാറുകളെല്ലാം തന്നെ ഒരു നിക്ഷേപമായി മാറ്റാൻ സംസ്ഥാനത്തിന് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം വെച്ചു പുലർത്തുന്നു. ഒപ്പം തന്നെ 26 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ഉച്ചകോടിക്ക് എത്തുന്നുണ്ട്. 3 രാജ്യങ്ങളിൽ നിന്നും മന്ത്രിതല സമിതികളും വരുന്നുണ്ട് എന്നുള്ളതാണ്. 10ഓളം വകുപ്പുകൾ, പ്രത്യേകിച്ചും PPP മാതൃകയിൽ തന്നെയാണ് ഈ 10ഓളം വകുപ്പുകൾ ചേർന്നുകൊണ്ട് ഈ പരിപാടി ഒരു വിജയകരമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥലത്തുള്ളത് കൊണ്ട് തന്നെ ഈ വരുന്ന നിക്ഷേപങ്ങളൊക്കെ പെട്ടെന്ന് അതൊരു വ്യവസായമാക്കി മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ ആ നിക്ഷേപങ്ങളൊക്കെ വലിയ വിജയമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നതും. മാത്രമല്ല വകുപ്പ് സെക്രട്ടറിമാരെല്ലാവരും തന്നെ കൊച്ചിയിലുണ്ട്. ഇന്നും നാളെയും കൊച്ചി തന്നെയായിരിക്കും കേരളത്തിൻ്റെ തലസ്ഥാനമായി പ്രവർത്തിക്കേണ്ടി വരിക. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, മറ്റു മന്ത്രിമാരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്കുണ്ട്. വലിയ ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇങ്ങോട്ടേക്ക് ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ്. മുൻപ് നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ജിം അടക്കമുള്ള ഉച്ചകോടികൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പല ഘട്ടങ്ങളിലും അന്നെല്ലാം നിയമം വലിയൊരു കുരുക്കായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ആ കഴിഞ്ഞ ഇടത് സർക്കാരും ഒപ്പം ഈ നിലവിലെ ഇടത് സർക്കാരും ചേർന്ന് 20 നിയമങ്ങൾക്കാണ് കാര്യമായ ഭേദഗതി വരുത്തിയത്. അത് ലളിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ഈ ഇത്തരത്തിലുള്ള വ്യവസായങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. എന്തായാലും ഉച്ചകോടി അല്പനേരത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ അത് വലിയൊരു വ്യവസായ മേഖലയാക്കി മാറ്റുന്നതിന് വേണ്ട ആ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞു തീർക്കേണ്ടതാണ്, അതിപ്പോഴല്ല സംസാരിക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനോട് എങ്ങനെയാണ് പരിപാടി വിജയമല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി വിജയമാകട്ടെ എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു കൺവെൻഷൻ സെൻറ്റർ അത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന
നടപ്പിലാക്കുന്നതിന് വേണ്ടി ടാറ്റ അടക്കമുള്ള ഗ്രൂപ്പുകളുമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അത് ഈ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഈ ടാറ്റ അടക്കമുള്ള ഗ്രൂപ്പുകളുമായി സംസാരിക്കാൻ കഴിഞ്ഞതും രാജ്യത്തെ വലിയ കൺവെൻഷൻ സെൻറ്ററുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതും. എന്തായാലും 26 രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുക. അൽബേനിയ, ഓസ്ട്രേലിയ, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, മലേഷ്യ, മാലിദ്വീപ്, മൊറാക്കോ, നെതർലാൻഡ്, നോർവേ, ഒമാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, അങ്ങനെ നിരവധി വിദേശ രാജ്യങ്ങൾ. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം പ്രതിനിധികൾ ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3000-ലധികം പ്രതിനിധികൾ അവരിങ്ങോട്ടേക്ക് ഈ ഉച്ചകോടിയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും 1,00,000 കോടി രൂപയുടെ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള വലിയ മുൻ വർഷങ്ങളിലെ പോലെ ഒരു കരാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കരാറ് നടപ്പിലാക്കുന്നതിന് കാലതാമസം ഉണ്ടാകില്ല. അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ആ കരാറ് നടപ്പിലാക്കാൻ കഴിയും. വകുപ്പ് സെക്രട്ടറിമാരുണ്ട്. 25 മേഖലകളെ, അത് 25 മേഖലകളിലുള്ള വ്യവസായങ്ങളെയും മറ്റ് നിക്ഷേപങ്ങളെയും എല്ലാം 5 വലിയ മേഖലകളാക്കി മാറ്റിക്കൊണ്ട് ആ രീതിയിലായിരിക്കും സംസാരങ്ങൾ മുന്നോട്ട് പോകുക. ഏത് വകുപ്പാണ് വരുന്നത് ആ വകുപ്പിലെ മന്ത്രിമാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ വിജയമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ വെച്ചു പുലർത്തുന്നത്. ഇന്നും നാളെയുമായിട്ടായിരിക്കും ഈ ഉച്ചകോടി നടക്കുക. വ്യവസായ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന 2 ദിവസമാണ് കൊച്ചിക്ക് ഇന്നും നാളെയും. നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടക്കുന്നു. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. അവിടെ ജോയ് മോൻ ജോസും ചേരുകയാണ്. ജോയ്, വിദേശ പ്രതിനിധികളടക്കം 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? എപ്പോഴേക്കും ഉദ്ഘാടനം അവിടെ തുടങ്ങും? ലക്ഷ്മി പത്മ, അതായത് നിശ്ചയിച്ച് വെച്ചേക്കുന്നത് ഇന്ന് 10 മണിയോടുകൂടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിനുശേഷം ഇതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ വിവിധ മേഖലകളിലുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ള ഈ ചടങ്ങിന് ശേഷമുള്ള ചർച്ചകളും, അതായത് വിദേശ പ്രതിനിധികളും സംരംഭകരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചകൾക്കും ഉൾപ്പെടെയാണ് ഇവിടെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെയാണ് ഇതുവരെയായിട്ട് മുഖ്യമന്ത്രി എത്തിയില്ല. അതായത് മുഖ്യമന്ത്രി എത്തിയ ഉടൻ തന്നെ ഇവിടുത്തെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജ, അബുദാബി, ദുബായ്, സ്വിസ്, ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ളിടത്തുനിന്നുള്ള പ്രതിനിധികളും ഈ ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങൾ, അതായത് AI തുറമുഖം, പരമ്പരാഗത സുസ്ഥിരത വികസനം, സമുദ്രോൽപാദന, ഓട്ടോമോട്ടീവ്, റബ്ബർ, IT, ടൂറിസം തുടങ്ങിയ മേഖലകളിലും ഉൾപ്പെടെ ചർച്ചകൾ ഉൾപ്പെടെ ഈ ഉച്ചകോടിയിൽ ചർച്ചകൾ നടത്തും. അതുപോലെ തന്നെ 30 സെഷനുകളും 200-ലേറെ പ്രഭാഷകരും ഉൾപ്പെടെയുള്ളവർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലക്ഷ്മി പത്മ. ജോയ് മോൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അല്പസമയത്തിനകം തന്നെ ഉച്ചകോടി അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. 3000-ഓളം പ്രതിനിധികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഉച്ചകോടിയിൽ, കൊച്ചിയിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പല കാര്യങ്ങളിലും സർക്കാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രതിപക്ഷവും സജീവമായി തന്നെ ഉച്ചകോടിയിൽ പങ്കാളികൾ ആകുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണിയും ജോയ് മോൻ ജോസും.